നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വൈറലാകണം, അതിന് സ്പൈഡർമാൻ ആകാനും റെഡിയാണ്. നമുക്കറിയാം, ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലെല്ലാം തന്നെ വൈറലാകാൻ വേണ്ടിയിട്ട്, കൂടുതൽ വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുന്നുണ്ട്. അതിന് ഇന്ന ആളുകളൊന്നുമില്ല, ലോകത്തുള്ള എല്ലാ ആളുകളും ആ ഒരു കാര്യത്തിൽ ഏകദേശം ഒരുപോലെ തന്നെയാണ്. അപ്പോൾ വൈറലാകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വെറൈറ്റി ആയിട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഓരോരുത്തരും കണ്ടുപിടിക്കുന്നത്. എന്നാൽ ചിലതൊക്കെ വളരെ അപകടം പിടിച്ചതാണ്, വളരെ അപകടം നിറഞ്ഞ രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നവരുമുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ അത് വലിയ രീതിയിൽ വിമർശനം ഉയരാറുണ്ട്. ഏതായാലും ഇപ്പോൾ വൈറലാകാൻ വേണ്ടിയിട്ട് സ്പൈഡർമാൻ ആകാനും റെഡി ആയിട്ടാണ് ഒരാൾ വന്നത്. വെറും സ്പൈഡർമാൻ അല്ല, ഓടുന്ന കാറിന്റെ ബോണറ്റിൽ രാജകീയമായി ഇരുന്ന് റീൽസ് ഷൂട്ട് ചെയ്യുകയായിരുന്നു സ്പൈഡർമാനെ ഒടുവിൽ ദില്ലി പോലീസ് ഓടിച്ചിട്ട് പിടിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, സ്പൈഡർമാനൊക്കെ നമ്മൾ ഒരുപാട് സിനിമകളിലൂടെയും കണ്ടതാണ്. അപ്പോൾ എല്ലാവരും കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ സ്പൈഡർമാന് ഫാൻസ് ഉണ്ട്. പല കുഞ്ഞുങ്ങളും അത്തരത്തിലുള്ള സ്പൈഡർമാന്റെ വേഷമൊക്കെ ധരിച്ച് നമ്മൾ കാണാറുണ്ട്, ഫോട്ടോസ് ഇടുന്നതും. അതുപോലെ സ്കൂളുകളിലേക്ക് എന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാം സ്പൈഡർമാൻ, അതുപോലെ തന്നെ മറ്റ് സൂപ്പർമാൻ പോലുള്ള ഒരുപാട് ആളുകളുടെ വേഷം ധരിച്ച് സ്കൂളിൽ പോകുന്നതും അങ്ങനത്തെയുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കാണാറുണ്ട്. ഏതായാലും ഇപ്പോൾ കാർ ഓടിച്ചിരുന്ന ഗൗരവ് സിംഗ് എന്ന 19 വയസ്സുള്ള ഒരു യുവാവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സ്പൈഡർമാനൊപ്പം പോലീസ് അയാളെയും ഈ സഹായിച്ചിട്ടുള്ള ആളെയും അറസ്റ്റ് ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപകടകരമായ വാഹനം ഓടിച്ചതിനും മറ്റ് ഗതാഗത നിയമ ലംഘനങ്ങൾക്കുമാണ് ഏകദേശം 26,000 രൂപ പിഴയും ചുമത്തിയിട്ടുള്ളത്. മിഹിർജ എക്സിൽ പങ്കുവെച്ച വീഡിയോ ഇതിനകം നിരവധി പേർ കണ്ടു. ദില്ലി ചപ്പൽവാല സ്പൈഡർമാനെ ദില്ലി പോലീസ് പിടികൂടി. 26,000 രൂപയാണ് പിഴ ചുമത്തിയിരിക്കുന്നത് എന്ന കുറിപ്പോടെയാണ് മിഹിർജ വീഡിയോ പങ്കുവെച്ചത്. വീഡിയോയിൽ തിരക്കുള്ള ഒരു റോഡിൽ ഒരു വെള്ള കാറിന്റെ ബോണറ്റിലിരിക്കുന്ന സ്പൈഡർമാനെ നമുക്ക് കാണാൻ സാധിക്കും. സ്പൈഡർമാന്റെ വേഷം ധരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു യുവാവ് ഈ ഒരു കാറിന്റെ ബോണറ്റിൽ ഇരുന്നു കൊണ്ട് യാത്ര ചെയ്യുന്നത്. ഏതാണ്ട് 2 സെക്കൻഡുള്ള വീഡിയോയാണ് പങ്കുവെക്കപ്പെട്ടത്. റോഡരികിൽ നിന്ന് ആരോ പകർത്തിയ വീഡിയോയായിരുന്നു അത്. പരാതി ലഭിച്ച ഉടനെ നടപടികളുമായി പോലീസ് മുൻപോട്ട് പോയി. കാരണം അത് മറ്റുള്ളവർക്കും നാളെ ഇത്തരത്തിൽ ചെയ്യാനുള്ള പ്രചോദനമാവും. അത് ഒന്നാമത്തെ കാര്യം. മാത്രമല്ല, ഇത് വളരെ അപകടം നിറഞ്ഞതാണ്. ഇത്തരത്തിൽ ആളുകൾ ഇനിയും ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് മറ്റുള്ള യാത്രക്കാർക്ക് കൂടി ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. മാത്രമല്ല, ഈ ചെയ്യുന്നവർക്കും അപകടം പറ്റാനുള്ള സാധ്യത കൂടുതലാണ്. ദ്വാരകയിലെ രാംഫൽ ചൌക്കിന് സമീപത്തു നിന്നാണ് പോലീസ് കാറിനെയും അതുപോലെ തന്നെ ഈ ഒരു സ്പൈഡർമാനെയും കണ്ടെത്തിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സ്പൈഡർമാൻ വേഷത്തിലെത്തിയ നജ്ഫഡ് സ്വദേശി ആദിത്യ, വാഹനത്തിന്റെ ഡ്രൈവർ മഹാവീർ, എൻക്ലേവിൽ താമസിക്കുന്ന ഗൗരവ് സിംഗ് എന്നിവരെയാണ് തിരിച്ചറിഞ്ഞതായി പോലീസ് അറസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. ഇവർക്ക് പ്രായം 20-19 വയസ്സാണ്. ഏതായാലും അപകടകരമായ രീതിയിൽ ഡ്രൈവിംഗ്, മലിനീകരണ സർട്ടിഫിക്കറ്റ് ഇല്ല, സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ല തുടങ്ങിയ കുറ്റങ്ങൾക്കാണ് എല്ലാം ചേർത്ത് 26,000 രൂപ പിഴ ഈടാക്കിയത്. മാസങ്ങൾക്ക് മുൻപ് ദ്വാരക സ്ട്രീറ്റിൽ സ്പൈഡർമാനും സ്പൈഡർ വുമണുമായി വേഷമിട്ട മോട്ടോർ സൈക്കിൾ സ്റ്റണ്ട് നടത്തിയ ആദിത്യയുടെയും പെൺസുഹൃത്തിന്റെയും വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ അന്ന് വൈറലായിട്ടുണ്ടായിരുന്നു. കുറച്ച് മാസങ്ങൾക്ക് മുൻപായിരുന്നു ഇത്തരത്തിലൊരു സമാനമായ സംഭവം റിപ്പോർട്ട് ചെയ്തതും. അതും ഡൽഹിയിലെ ദേശീയപാതയിലാണ് ബൈക്ക് അഭ്യാസം നടത്തിയത്. അന്നും ഇവർക്കെതിരെ കേസെടുത്തിരുന്നു. അന്ന് സ്പൈഡർമാന്റെ വേഷം ധരിച്ചത് 2 പേരാണ് ബൈക്കിൽ അഭ്യാസ പ്രകടനം നടത്തിയത്. ആദിത്യ എന്ന 20-കാരന് 19-കാരിയായ അഞ്ജലിക്കുമെതിരെയാണ് അന്ന് പോലീസ് കേസെടുത്തത്. അത് നജ ഫഗഡ് സ്വദേശികളാണ് ഇരുവരും. ഇവർ ബൈക്കിൽ അഭ്യാസം നടത്തുന്നതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലായിരുന്നു. സ്പൈഡർമാന്റെ വേഷം ധരിച്ച് ഇവർ ഹെൽമെറ്റ് ധരിക്കാതെയാണ് ബൈക്കിൽ സഞ്ചരിച്ചത്. ബൈക്കിന് നമ്പർ പ്ലേറ്റും ഉണ്ടായിരുന്നില്ലെന്നായിരുന്നു അന്ന് പോലീസ് പറഞ്ഞത്. ഏതായാലും അന്നും ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ടായിരുന്നു. അപകടകരമായ രീതിയിൽ ബൈക്ക് ഓടിച്ചതിനായിരുന്നു ഇരുവർക്കുമെതിരെ കേസെടുത്തിട്ടുണ്ടായിരുന്നത്.